സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ക്ലൗഡ് കിച്ചൺ നടത്തി മാസം 30,000 മുതൽ 1,00,000 രൂപ വരെ വരുമാനം നേടാൻ സാധിക്കുമോ? നല്ല പ്ലാനിംഗ് ഉണ്ടെങ്കിൽ, അതോടൊപ്പം കൃത്യമായ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഈ വരുമാനം പോസിബിളാണ്. ഇന്ന് നമുക്ക് നോക്കാം സൊമാറ്റോയും സ്വിഗ്ഗിയും വഴി എങ്ങനെ ശരിയായ രീതിയിൽ ക്ലൗഡ് കിച്ചൺ തുടങ്ങാം എന്ന്. പക്ഷേ അതിനുമുമ്പ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് അറിയാതെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരാം, കൺഫ്യൂഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ബിസിനസ് നിർത്തേണ്ടി വരാം. അതുകൊണ്ട് ആദ്യ 2 മുതൽ 3 മിനിറ്റ് വരെ മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുക. അത് മനസ്സിലായാൽ മാത്രമേ ഞാൻ പിന്നീട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും പ്രയോജനപ്പെടൂ. റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ക്ലൗഡ് കിച്ചൺ എന്നത് എന്താണ്? ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ പോലെ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കടയല്ല. നമ്മൾ വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കും. സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി ആപ്പ് വഴി ഓർഡർ വരും. ഡെലിവറി ആപ്പിന്റെ ഡെലിവറി ബോയിയാണ് ഭക്ഷണം എത്തിക്കുന്നത്. കസ്റ്റമർ നമ്മളെ നേരിട്ട് കാണുന്നില്ല. ആപ്പാണ് നമ്മുടെ കട. ആദ്യത്തെ പ്രധാന കാര്യം നിങ്ങളുടെ ഭക്ഷണം തിരഞ്ഞെടുക്കൽ. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ഉണ്ടാക്കാൻ അറിയാവുന്ന കുറച്ച് ഭക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നതാണ്. ആ ലിസ്റ്റിൽ നിന്ന് മികച്ച 1-2 ഐറ്റം മാത്രം തിരഞ്ഞെടുക്കുക. അവയുടെ രുചിയും ഗുണനിലവാരവും 100% ശരിയാക്കുക. രണ്ടാമത്തെ കാര്യം കിച്ചൺ സജ്ജീകരണം. ക്ലൗഡ് കിച്ചൺ എന്ന് കേട്ടാൽ ക്യാമറയ്ക്ക് മുന്നിലെ തിളക്കമല്ല. നിങ്ങളുടെ അടുക്കള തന്നെയാണ് നിങ്ങളുടെ ബ്രാൻഡ്. നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് വൃത്തിയുള്ള ഗ്യാസ് സ്റ്റവ്, പ്രത്യേകമായ പാചകമേശ, ഭക്ഷണം സൂക്ഷിക്കാൻ സ്റ്റോറേജ് ബോക്സുകൾ, അടിസ്ഥാനമായ ഒരു ഫ്രിഡ്ജ്, കൈയുറകൾ, ഹെയർ ക്യാപ്പ്, ഏപ്രൺ, കൈ കഴുകാനുള്ള സൗകര്യം. ഇത് വലിയ ആഡംബരമായിരിക്കേണ്ടതില്ല, പക്ഷേ ശുചിത്വമുള്ളതായിരിക്കണം. ക്ലൗഡ് കിച്ചണിന്റെ ഹൃദയം ഫുഡ് ക്വാളിറ്റിയും ഹൈജീനും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ക്ലൗഡ് കിച്ചണിന്റെ ഹൃദയമാണ്. അത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും ശുചിത്വവുമാണ്. സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി തുറക്കുന്നതിന് പോലും മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ എന്റെ വീട്ടിൽ എന്റെ മക്കൾക്കും കുടുംബത്തിനും കൊടുക്കുന്ന അതേ നിലവാരത്തിലുള്ള ഭക്ഷണമാണോ ഞാൻ പുറത്തേക്ക് വിൽക്കാൻ പോകുന്നത്? ഇത് വെറും പറയുന്ന വാക്കല്ല. ക്ലൗഡ് കിച്ചൺ വിജയിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഫ്രഷ് ആണോ എന്ന് ശ്രദ്ധിക്കണം. എണ്ണ പഴകിയതാണോ എന്ന് നോക്കണം. മസാലകൾ നല്ല ഗുണമേന്മയുള്ളതാണോ എന്ന് ഉറപ്പാക്കണം. ചിക്കൻ അല്ലെങ്കിൽ ഇറച്ചി ഫ്രഷ് ആണോ എന്ന് പരിശോധിക്കണം. പച്ചക്കറികൾ അധികനാൾ ഫ്രിഡ്ജിൽ കിടന്നതല്ലല്ലോ എന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം നിങ്ങൾ ദിവസവും ശ്രദ്ധിക്കണം. പിന്നെ ശുചിത്വം. ഇത് രണ്ടാമത്തെ കാര്യമല്ല, ആദ്യത്തെ കാര്യമാണ്. നിങ്ങളുടെ കിച്ചൺ വൃത്തിയാണോ? പാത്രങ്ങൾ വൃത്തിയാണോ? പാചകം ചെയ്യുമ്പോൾ കൈയുറകൾ ഉപയോഗിക്കുന്നുണ്ടോ? ഹെയർ ക്യാപ്പ് ധരിക്കുന്നുണ്ടോ? കൈ കഴുകുന്ന ശീലമുണ്ടോ? ഡെലിവറി ബോയ് വരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കണ്ടെയ്നർ പോലും വൃത്തിയുള്ളതായിരിക്കണം. ചോരുന്ന പാക്കറ്റ്, അഴുക്കായ കവറുകൾ, അലക്ഷ്യമായ പാക്കിംഗ്. ഇതൊക്കെ വന്നാൽ ആദ്യ ഓർഡറിൽ തന്നെ നെഗറ്റീവ് റേറ്റിംഗ് കിട്ടും. ഓർക്കുക, ക്ലൗഡ് കിച്ചണിൽ മാർക്കറ്റിംഗിനേക്കാൾ ശക്തമാണ് ക്വാളിറ്റി. നല്ല ഭക്ഷണം കിട്ടിയാൽ നല്ല റേറ്റിംഗ് കിട്ടും. നല്ല റേറ്റിംഗ് കിട്ടിയാൽ കൂടുതൽ ഓർഡർ കിട്ടും. കൂടുതൽ ഓർഡർ വന്നാൽ യഥാർത്ഥ വരുമാനം ഉണ്ടാകും. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനോഭാവം ഇതായിരിക്കണം. ഞാൻ വില കുറച്ച് വിൽക്കാനല്ല, വൃത്തിയായും ഗുണമേന്മയോടെയും വിൽക്കാനാണ് പോകുന്നത്. ഇത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ളൂ. സൊമാറ്റോ, സ്വിഗ്ഗി അക്കൗണ്ട് തുടങ്ങാം. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സൊമാറ്റോ പാർട്ട്ണർ അല്ലെങ്കിൽ സ്വിഗ്ഗി പാർട്ട്ണർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇതിന്റെ ഔദ്യോഗിക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആപ്പ് തുറക്കുന്നു എന്ന് കരുതാം. അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും. ഇത് തട്ടിപ്പല്ല, ഇത് ഔദ്യോഗിക സ്ഥിരീകരണത്തിനുള്ള സാധാരണ നടപടിയാണ്. ഈ ഔദ്യോഗിക ലിങ്കും സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷനിൽ ചോദിക്കുന്ന കാര്യങ്ങൾ. ആപ്പിൽ നിങ്ങൾ സാധാരണയായി നൽകേണ്ട കാര്യങ്ങൾ ഇവയാണ്. 1. നിങ്ങളുടെ പേര്. 2. നിങ്ങളുടെ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ക്ലൗഡ് കിച്ചൺ പേര്. ഉദാഹരണത്തിന് ഫെല്ലാസ് ഹോംമേഡ് കിച്ചൺ പോലെ ലളിതവും വിശ്വസനീയവുമായ ഒരു പേര് നൽകാം. 3. നിങ്ങളുടെ വീട്ടിലെ കിച്ചണിന്റെ കൃത്യമായ വിലാസം. ഇത് ഡെലിവറി പരിധിയും ഓർഡറും തീരുമാനിക്കുന്നതിനാൽ കൃത്യമായിരിക്കണം. 4.
ഭക്ഷണതരം. നിങ്ങൾ വെജിറ്റേറിയൻ ആണോ, നോൺ വെജിറ്റേറിയൻ ആണോ? അല്ലെങ്കിൽ രണ്ടും ആണോ എന്ന് വ്യക്തമാക്കണം. 5. ഭക്ഷണ ലൈസൻസ്, അതായത് FSSAI രജിസ്ട്രേഷൻ. ഭക്ഷണ ബിസിനസ്സിന് ഇത് വളരെ പ്രധാനമാണ്. 6. GST വിശദാംശങ്ങൾ. ചെറിയ തോതിൽ തുടങ്ങുമ്പോൾ ഇത് നിർബന്ധമല്ലെങ്കിലും ബിസിനസ് വളരുമ്പോൾ ആവശ്യം വന്നേക്കാം. 7. നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ. നിങ്ങൾക്ക് കിട്ടുന്ന പണം നേരിട്ട് അക്കൗണ്ടിൽ എത്താൻ വേണ്ടിയാണ് ഇത്. 8. നിങ്ങളുടെ മെനു ലിസ്റ്റ്, അതായത് കട്ട്ലറ്റ്, സമൂസ, ചിക്കൻ ഫ്രൈ, ബിരിയാണി തുടങ്ങിയ നിങ്ങൾ വിൽക്കുന്ന ഭക്ഷണങ്ങളുടെ പട്ടിക. ഇവയെല്ലാം വ്യക്തമായും സത്യസന്ധമായും നൽകണം. വില, ഡെലിവറി, ഓർഡർ കൈകാര്യം ചെയ്യൽ. വില നിശ്ചയിക്കുമ്പോൾ ആദ്യം തന്നെ വളരെ ഉയർന്ന വില വെക്കരുത്. നല്ല ഗുണനിലവാരം, ന്യായമായ വില, ഇതാണ് ശരിയായ വഴി. ഓർഡർ വന്നാൽ 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ ശ്രമിക്കുക. വൃത്തിയായി പാക്ക് ചെയ്യുക. ചോരാത്ത കണ്ടെയ്നർ ഉപയോഗിക്കുക. ഡെലിവറി ബോയ്ക്ക് വൃത്തിയുള്ള പാക്കറ്റ് കൈമാറുക. ഡിലേ വന്നാൽ റേറ്റിംഗ് കുറയാം. റേറ്റിംഗ് കുറഞ്ഞാൽ ഓർഡർ കുറയാം. അവസാന സന്ദേശം. ഇന്ന് നിങ്ങൾ പഠിച്ചത് വെറും ആപ്പ് ഉപയോഗിക്കുന്ന രീതി മാത്രമല്ല, ക്ലൗഡ് കിച്ചൺ തുടങ്ങാനുള്ള ശരിയായ അടിസ്ഥാനമാണ്. ഇത് മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ അടുത്ത ഘട്ടങ്ങൾ നിങ്ങൾക്ക് എളുപ്പമാകും. സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും ഔദ്യോഗിക പാർട്ട്ണർ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മെനു എങ്ങനെ ശരിയായ രീതിയിൽ ലിസ്റ്റ് ചെയ്യാം എന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത പാർട്ടായി വരുന്നുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. വീണ്ടും വരിക.